ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടൊരു റെസിപ്പിയുമായിട്ടാണ് ഒരു എഗ് റെസിപ്പി ആട്ടോ. തുർക്കിഷ് എഗ്ഗിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിളാണ്, ഭയങ്കര വെറൈറ്റിയാണ്. ഞാൻ മുമ്പ് തുർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും ഭയങ്കര വെറൈറ്റിയാണ്. തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണാൻ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, നമുക്കിന്നത് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ തുർക്കിഷ് എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബേസ് റെഡിയാക്കാനുണ്ട്. അത് തൈര് കൊണ്ടാണ് ആ ഒരു ബേസ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്രീക്ക് യോഗേർട്ടാണ് വേണ്ടത്. ഞാനിപ്പം ഇവിടെ സാധാ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഗ്രീക്ക് യോഗേർട്ട് ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ ആ റോ ടേസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അധികം തണുപ്പ് പാടില്ല, നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സാധാ പുളിയുള്ള തൈരൊന്നും എടുക്കരുത്. ഇതിലോട്ട് ഇതുപോലെ യോഗേർട്ട് തന്നെ എടുക്കുക കേട്ടോ. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക. ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബട്ടർ എടുത്താൽ മതി, ഒരുപാട് ബട്ടറൊന്നും വേണ്ട. ഞാനിപ്പോൾ എടുത്താൽ അത്ര എടുത്താൽ മതി. അതിന് എക്സാക്ട് മെഷർമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൽ കുറവെടുക്കുക. അതുപോലെ ചില്ലി ഫ്ലേക്സ് കുറച്ചധികം കൂടിപ്പോയി, കാണാൻ നല്ല മൊഞ്ചായിരിക്കും, പക്ഷേ എരിവ് നമുക്ക് കണ്ട് സഹിക്കില്ല. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് എരിവ് ഇഷ്ടമുള്ളവർക്ക് അത്ര എടുക്കുക. പിന്നെ പാസ്ലി ലീവ്സാണ് എടുത്തിട്ടുള്ളത്, ഡ്രൈഡ്. അത് ഇല്ലയെന്നാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പോസ്റ്റ് എഗ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം നല്ലോണം തിളപ്പിക്കാൻ വെക്കുക. നല്ലോണം തിളയ്ക്കണം കേട്ടോ. തിളച്ച ശേഷം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം തിളയ്ക്കുന്ന വെള്ളം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളയ്ക്കുന്നൊക്കെ ഒന്ന് പോയി ഒന്നിങ്ങനെ സെറ്റിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബബിൾസൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് മസ്റ്റാണ് വിനേഗർ ചേർക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിലോട്ട് മുട്ട നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുട്ടയുടെ വെള്ള പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ വിനേഗർ ചേർക്കുന്നുട്ടോ, അല്ലെങ്കിൽ സെറ്റാവില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്തിട്ടുണ്ട്. തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടല്ല ചേർക്കേണ്ടത്, അതൊന്ന് സെറ്റായിട്ടാണ് ചേർക്കേണ്ടത്. ഇനി നമ്മൾ ഒരു കപ്പിലോട്ട് ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിൻ്റെ ആ ഒരു യെല്ലോ കരുണ്ടല്ലോ, അത് മിക്സ് ആവരുത്. വെള്ളയും എല്ലാം കൂടി മിക്സ് ആവരുത്. അതുപോലെ തന്നെ കിടക്കണം. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് നമ്മുടെ വെള്ളം ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ചുറ്റിച്ച് കൊടുക്കുന്ന ആ വെള്ളം ഇങ്ങനെ കറങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു മുട്ട പൊട്ടിച്ചുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട അതിൽ കിടന്നിങ്ങനെ തിരിയുന്ന സമയത്ത് അത് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ സെറ്റാവില്ല. ആ മുട്ടയുടെ വെള്ളം പെട്ടെന്ന് സെറ്റാവില്ല. അതിനാണ് നമ്മൾ വിനേഗർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വിനേഗർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊരു 2 മിനിറ്റോളം കുക്ക് ചെയ്യുക. നമുക്ക് മുട്ടയുടെ മഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടാണ് മതിയെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹാർഡായിട്ടാണ്, കുറച്ചൊന്ന് ഹാർഡാവണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്നിങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. ആ മുട്ടയുടെ വൈറ്റ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പുറത്തേക്ക് ചാടിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ആദ്യം വെള്ളം ഒന്ന് കറക്കി കൊടുത്തില്ലേ, അപ്പോൾ അതിൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ആ ഒരു ഇതുപോലെ നല്ലോണം സെറ്റാവും. ഞാൻ രണ്ടാമത്തെ കുറച്ചൊന്ന് സ്പീഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നന്നായിട്ട് വെള്ളം ചുറ്റിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ, ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മുട്ടയുടെ വെള്ളം ഭയങ്കരമായിട്ട് പരന്ന് പിടിച്ച് പോവും. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമ്മുടെ പോസ്റ്റ് എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എഗ്സ് നല്ല അടിപൊളിയായിട്ട് വന്നു. രണ്ടാമത്തത് കുറച്ചൊന്ന് പരന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പം തുർക്കിഷ് എഗ്ഗിലോട്ട് ഇത് മെയിനല്ല, പോസ്റ്റ് എഗ്സ് ആണ് വേണ്ടത്. അതിൻ്റെ ആ ഒരു ലുക്കൊന്നുമല്ല. അപ്പോൾ ഞാനിതാ മൂന്നാമത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം ചുറ്റിച്ച് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും പരന്ന് പിടിച്ച് പോയി. അപ്പം ആ ഓരോന്നും ഇടുന്ന സമയത്ത് വെള്ളം ഒന്നും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, സ്പൂൺ കൊണ്ട് ചുറ്റിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഒരു ഓട്ടക്കോരി വെച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുർക്കിഷ് എഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നല്ലോണം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എഗ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വ്യത്യസ്ത ടേസ്റ്റാണ്. നമ്മൾ തുർക്കിഷ് ചിക്കൻ പോലെയല്ല, ആ ഒരു ടേസ്റ്റ് അല്ല അത്, പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇത് കുറച്ചൊരു വ്യത്യസ്ത ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഹെൽത്തി റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ റെസിപ്പിയാട്ടോ. ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ ബേസായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള യോഗേർട്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും പറയുകയാണ്, ഗ്രീക്ക് യോഗേർട്ടാണ് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ ഇതാ യോഗേർട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പോസ്റ്റ് എഗ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഒരു ബട്ടറിൻ്റെ മിക്സ് റെഡിയാക്കിയല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ബട്ടറിൻ്റെ മിക്സ് ഒരുപാട് വേണ്ടാത്തവർക്ക് കുറച്ച് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഒരുപാട് ഒഴിക്കുമ്പോൾ, പക്ഷേ സ്പൈസിയാണ് ആ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊണ്ട്. അപ്പം ചില്ലി ഫ്ലേക്സ് കുറച്ചിടുക, അല്ലെങ്കിൽ ബട്ടർ അധികം വേണ്ടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഫോട്ടോയുടെ ഭംഗിക്കായിട്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ കൊടുക്കുമ്പോൾ. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ, ചൂടാറാൻ നിൽക്കേണ്ട. പോസ്റ്റ് എഗ്സ് ലാസ്റ്റ് ഉണ്ടാക്കുക, ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യും വേണം. അപ്പോൾ ഇത് ഇങ്ങനെ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ഡിപ്പായിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങിയതിന് പകരം ഇതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് പൊറോട്ട ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പൊറോട്ടയുടെ കൂടെ ഇത് കോമ്പിനേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ പൊറോട്ടയുടെ കൂടെ ഇതിങ്ങനെ എന്താ പറയുക, ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പോസ്റ്റ് എഗ്സ് പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ കഴിക്കുന്നതിലും ടേസ്റ്റ് ആയിരുന്നു പൊറോട്ടയുടെ കൂടെ ഇങ്ങനെ ഡിപ്പായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തുർക്കിഷ് എഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു എഗ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഹെൽത്തി റെസിപ്പീസിനായിട്ട് സെർച്ച് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപൊളി സംഭവമാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.